കോഴിക്കോട് താമരശ്ശേരിക്ക് സമീപം യെലോക്കരയിൽ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ ഫാക്ടറിയിൽ ഇന്ന് പുലർച്ചെ വൻ തീപിടുത്തമുണ്ടായി. 3 മണിക്കൂറിന് ശേഷം തീ നിയന്ത്രണ വിധേയമാക്കി. ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി പൊട്ടിച്ച പടക്കം പ്ലാന്റിലേക്ക് തെറിച്ചു വീണാണ് അപകടമുണ്ടായതെന്നാണ് ഇപ്പോൾ വരുന്ന നിഗമനം. പുലർച്ചെ ഏകദേശം 3:30യോടെയാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. മുക്കത്തുനിന്ന് 2 ഫയർ യൂണിറ്റുകൾ, അതേപോലെ വെള്ളിമാടുന്ന് 2 യൂണിറ്റും നരിക്കിൽ നിന്ന് 1 യൂണിറ്റും അടക്കം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ്. തൊട്ടടുത്ത ഘട്ടങ്ങളിലേക്ക് പടരുന്നത് നമ്മൾ തടയാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം പ്ലാസ്റ്റിക്കിനുണ്ടായിരുന്ന ഫയർ ആയതുകൊണ്ട് തന്നെ പൂർണ്ണമായും തീ കെടുത്തുന്നതിന് സമയമെടുക്കും. ഹസീന ഷാജി പറഞ്ഞു, എല്ലാ 24 കുടുംബത്തിലെ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. അത് ദീപക് തർപ്പണത്തിന് ബാധകമാണ്. കോഴിക്കോട് നിന്ന് ദീപക് തർപ്പണ വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക്, നമ്മുടെ ഈ തീ പൂർണ്ണമായി അണച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആളുകൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ പുതുവത്സര സാധനമാണോ ഒരു തീപിടുത്തത്തിലേക്ക് നയിച്ചത്? പറയൂ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഹാപ്പി ന്യൂ ഇയർ. എസ് കെ എൻ മികച്ച 2026 ആശംസിക്കുന്നു. ഈ പുതുവത്സര പുലരിയിലാണ് ഇങ്ങനെ ഒരു തീപിടുത്തത്തിൻ്റെ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത്. 3:30 മണിക്കാണ് തീപിടുത്തമുണ്ടായത്. എന്നാൽ ആശ്വാസം എന്ന് പറയാവുന്നത് ഒരാൾക്കും അതിൽ പരിക്കില്ല, ആളപായമില്ല എന്നുള്ളതാണ് ഈ തീപിടുത്തത്തിലെ ആശ്വാസം. പക്ഷേ എന്നാൽ വലിയ തീയാണ് ഉണ്ടായത്. ഈ താമരശ്ശേരിയിൽ നിന്നും വയനാട്ടിലേക്ക് പോകുന്ന റൂട്ടിലാണ്. ഈ പുതുപ്പാടി പഞ്ചായത്തിൽ ഈങ്ങാപ്പുഴയ്ക്കടുത്താണ്. ഇതൊരു പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രമാണ്. വിവിധ പഞ്ചായത്തുകളിൽ നിന്നും നഗരസഭകളിൽ നിന്നുമുള്ള പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുവരുന്നു, അതിനെ സംസ്കരിക്കുന്നതാണ് ഈ MRM എക്കോ സൊല്യൂഷനാണ്. ആ സ്ഥാപനത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തത്തിൻ്റെ പ്രാഥമികമായ കാരണം ഇപ്പോൾ പറയുന്നത് പടക്കം, ഉയർന്നു പൊങ്ങുന്ന പടക്കം, അതായത് സാധാരണഗതിയിലുള്ള ഔട്ട് പോലുള്ള പടക്കങ്ങൾ തെറിച്ചു വീണതാകും. കാരണം അത്തരത്തിലുള്ള അവശിഷ്ടങ്ങൾ അവിടെ കണ്ടെത്തിയിട്ടുമുണ്ട്. നമ്മുടെ അവിടുത്തെ പ്രാദേശിക പ്രതിനിധി മജീദ് വളരെ കൃത്യമായി പറയുന്ന അവിടെ ചില ഔട്ടുകൾ നേരിട്ട് കണ്ടു എന്നുള്ളതാണ് പടക്കത്തിൻ്റെ അവശിഷ്ടം. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് എത്താവുന്ന നിഗമനം, ഇപ്പോൾ ഫയർഫോഴ്സ് എത്തിയ നിഗമനവും പ്രാഥമിക വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പുതുവത്സരാഘോഷത്തിൻ്റെ ഭാഗമായുള്ള പടക്കം പൊട്ടിക്കലിൻ്റെ തെറിച്ചു വീഴലിൽ നിന്നുള്ള തീയാണ്. പക്ഷേ എന്നാൽ തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായി എന്നേ പറയാൻ സാധിക്കൂ. തീ അണച്ചു കഴിഞ്ഞിട്ടില്ല. കാരണം പ്ലാസ്റ്റിക് മാലിന്യമായതുകൊണ്ട് തന്നെ തീ ആളിക്കത്തി പടരുകയായിരുന്നു. 6 ഫയർഫോഴ്സ് യൂണിറ്റുകൾ താമരശ്ശേരി, നരിക്കുനി തുടങ്ങിയ വിവിധ പ്രദേശം, മുക്കം തുടങ്ങിയ വിവിധ ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഫയർ യൂണിറ്റുകൾ എത്തിച്ചു. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പക്ഷേ എന്നാൽ തീ അണച്ചിട്ടില്ല. ഏതായാലും ഒരു വലിയ ദുരന്തം അല്ലെങ്കിൽ വലിയൊരു അപകടമാണ് ഇല്ലാതായത്. ഈ പുലർച്ചയിൽ മനുഷ്യവാസമൊന്നും ആ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല, മനുഷ്യ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് മാത്രം എസ് കെ എൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.